ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ വീഡിയോ ഇന്ന് ഫസ്മിന സാക്കിറിന്റെ ആണ്. അപ്പൊ നമുക്ക് ഫസ്മിന സാക്കിറിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പക്ഷെ ഫസ്മിന സാക്കിറിന്റെ അക്കൗണ്ടിലെ വീഡിയോ ഇല്ല, പക്ഷെ നമുക്ക് കിട്ടാതിരിക്കയോ. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വെള്ളം ഒഴിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. കേട്ടോ, വെള്ളം അടിച്ചിട്ട് ബാക്കിയുള്ളവർ ബാക്കി ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പറ്റിയ ആൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവിൽ തൊടുവിൽ ഒറ്റ സുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം അടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം അടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും പ്രൗഡായിട്ടാണ് അയാൾ പറയുന്നത് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് ആന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത്. സ്റ്റിയറിംഗ് ഇപ്പൊ ആളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വണ്ടി പോകുന്ന തന്നെ വളഞ്ഞു അപ്പൊ തന്നെ വണ്ടി നിർത്തുന്നു പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അയാൾ പറയാം ഇല്ല കയറുന്നു. ഞാൻ വണ്ടി കയറിയില്ലേ. അപ്പൊ തന്നെ ഈ വീഡിയോ എടുത്തു അവസാനിപ്പിച്ച് ആളുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞ ഓരോ മുടന്ന് ഞാൻ ഇവിടെ ഓടിക്കുന്നത്. അപ്പൊ നോർമലി നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നും ആ പുള്ളിക്കാരന്റെ വർത്താനം തന്നെ. കാരണം ആ പുള്ളിക്കാരന്റെ വർത്താനം കേൾക്കുമ്പോൾ വെള്ളടിച്ച പോലെ തന്നെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഫസ്മിനെ നമുക്ക് കുറ്റം പറയുന്നത് ശരിയില്ല. പക്ഷെ നമ്മൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. നമുക്ക് ചേട്ടന്റെയും കൂടി ഒരു ഭാഗം കേൾക്കണ്ടേ. പക്ഷെ ഫസ്മിന സാക്കിറിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ ഈ വീഡിയോ അല്ല, ഫസ്മിന സാക്കിർ ചെറുതായിട്ടൊന്ന് മുക്കിയ വീഡിയോ. പക്ഷേ നമുക്ക് കിട്ടാതെ ഒന്നും ഇരിക്കില്ലല്ലോ. അപ്പോൾ നമുക്കിനി ആ ചേട്ടന്റെയും കൂടി എക്സ്പ്ലനേഷൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കൂടി നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, നിങ്ങളല്ലേ കഴിഞ്ഞ സ്റ്റാൻഡിൽ ആ പിള്ളേരോടൊക്കെ എന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരാള്? ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഞാൻ എന്നാ ചെയ്യണേ? പിന്നെ എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടി കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണിയായി. ഒരു പറലൊന്നും കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാൽ ജീവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. അപ്പം ഇങ്ങനെ ഒരു വയറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ പുള്ളിയുടെ സംസാരം തന്നെ ഒരു ഇച്ചിരി റീൽസിന് വേണ്ടിയിട്ടും ഇത്തരം പോക്കരിത്തരം കാണിക്കുന്ന നിങ്ങളോടാണ് ഈ ഒരു ചോദ്യം. ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ 3 ചക്രമുള്ള വണ്ടിയായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണിത്. അവരോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്താ അറിയോ? സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ പോകുന്ന സ്ഥലമല്ലേ മക്കളെ എന്നാ ചോദിച്ചതെന്ന്. അവര് പറഞ്ഞു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്നാ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല. ഭാവത്തിന് അറിയാൻ പാടില്ല. എന്തിനാ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണേ? കുറച്ച് മനുഷ്യത്വം കാണിക്കണം. ഇത്രേ പറയാനുള്ളൂ. ഇവിടുത്തെ അയൽവാസി എന്ന നിലയിൽ ഈ ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം, ആ മനുഷ്യൻ മദ്യപിക്കോ? ആ മനുഷ്യൻ എന്താണെന്നുള്ളത്. വർഷങ്ങളായിട്ട് ഞാൻ പുള്ളി മദ്യപിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. വെള്ളടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ വീഡിയോ കണ്ട് പുള്ളി മാനസികമായിട്ട് അങ്ങ് തളർന്നു പോയി. പിന്നെ പലരും ഓട്ടോ വിളിക്കാത്ത രീതിയിലൊക്കെ അങ്ങോട്ട് ആയി. KL 38L 8912 ഈ വണ്ടി നമ്പർ സഹിതം വെച്ചാണ് ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത്. എന്തിനാ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്? ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്നാ ചേട്ടൻ പറഞ്ഞു. കൊടുക്കുക. അതാണ് ഈ മനുഷ്യൻ പറഞ്ഞ ഉറപ്പ്. ഒരു തുള്ളി പോലും മദ്യപിക്കാത്ത മനുഷ്യനെ മദ്യപാനിയാക്കി ചിത്രീകരിച്ചതിന് ഡിഫേമേഷനെതിരെ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യണം. നിയമപരമായിട്ട് നിങ്ങൾ ഇതിന് മുന്നോട്ട് പോകണം. അതെനിക്ക് പറയാനുള്ളൂ. നിയമപരമായിട്ട് നിയമത്തിന്റെ ഏതറ്റം വരെ. അപ്പൊ നമ്മളെ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഫസ്മിന സാക്കിറിനോട് പറയാനുള്ളത്, വെള്ളടിക്കാൻ വീട്ടിൽ പോയി അടിക്കുക, പക്ഷെ ബാറിൽ പോയി അടിക്കണ കുറച്ചും കൂടി നല്ലതല്ല ഫസ്മിന. അതായത് നിങ്ങൾ വീട്ടിലൊക്കെ വെള്ളം അടിച്ചോളിയും മദ്യപിച്ചോളിയും, പക്ഷെ ഇടക്ക് ബാറിലൊക്കെ പോയി അടിക്കട്ടെ. അല്ലേ ഫസ്മിന? അപ്പോ ആ ചേട്ടന്റെ വരുമാനം ചെറുതായിട്ടൊന്ന് മുട്ടിച്ചിട്ടുണ്ട് ഫസ്മിന റീച്ചിന് വേണ്ടി എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത്? നമുക്ക് റീച്ച് അല്ലാതെ തന്നെ വീഡിയോസ് ചെയ്താൽ കിട്ടും. നോർമലി ആ പുള്ളിക്കാരന്റെ സംസാര രീതി എന്ന് പറയുന്ന പോലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായ അയാളെ വർത്താന രീതി അങ്ങനെ തന്നെയാണ്. ഫസ്മിനാന്റെ വീഡിയോയിലും കാണിക്കുന്ന അതേ രീതി തന്നെ അയാൾ സംസാരിക്കുന്നത്. ഇന്നേ വരെ മദ്യപിക്കാത്ത ഒരു വ്യക്തിയും കൂടിയാണ് അയാൾ. അപ്പൊ ഫസ്മിന അദ്ദേഹം മദ്യപിച്ചെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഫസ്മിനക്ക് 1 ലക്ഷം രൂപയും ആ ഓട്ടോറിക്ഷയും കിട്ടും. അപ്പൊ എന്തായാലും ഈ ചേട്ടന്റെ വീഡിയോ എടുക്കാൻ നിന്ന ആ വ്ളോഗർ ചേട്ടനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒക്കെ കുറെ പൊയ്മുഖങ്ങളൊക്കെ പോവണം. അതായത് ഇതിനൊക്കെ വെറുതെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്.
അപ്പൊ നമ്മളൊരു റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കാട്ടുമ്പം ഓപ്പോസിറ്റിൽ ആ വ്യക്തിയുടെ ജീവിതം തകരുകയാണ്. ആ വ്യക്തിക്ക് ആ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? ആൾക്കാർ മുന്നിൽ നോക്കാൻ പറ്റുമോ? ഇല്ല. അത് ഫസ്മിനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സാധാരണക്കാരോട് സ്റ്റുഡിയോ ഏതാന്ന് പറഞ്ഞാൽ അവരെ പുതിയ ഫോട്ടോ എടുക്കുന്ന ഏരിയ എന്നാണ്, ഫോട്ടോ എടുക്കുന്ന സ്ഥലം എന്നിട്ട് അവരവിടേക്ക് കൊണ്ടുപോകുക. അവർക്ക് ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന ഏരിയയാണ്, അങ്ങനത്തെ ഒന്നും അവർക്ക് അറിയത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളൊരു അതായത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വീഡിയോ ഇടുമ്പോൾ അതിന്റെ ഇരുവശം നോക്കിയിട്ട് വേണം ഇടാന്. അപ്പൊ ഫസ്മിന ആ വീഡിയോ മുക്കി അക്കൗണ്ടിൽ, കാരണം എന്താ, ഫസ്മിനകത്ത് തെറ്റുണ്ട്, അതുകൊണ്ടാണ് ഫസ്മിന അത് മുക്കിയത്. എന്തായാലും എനിക്ക് ആ ചേട്ടനോട് ഒരു കാര്യം പറയുന്നത്, ഇത് കേസ് കൊടുക്കണം, ആരാണ് തെറ്റ് ചെയ്തിട്ട് ആ വ്യക്തിനെ ഇതിനകത്ത് കേസിനകത്ത് ആക്കി കൊടുക്കണം. എനിക്ക് അത്രേ ഉള്ളൂ പറഞ്ഞു. നല്ല നഷ്ടപരിഹാരം രൂപ വാങ്ങണം. വേണി ചേട്ടൻ ഒരു 10-20 ലക്ഷമൊക്കെ വാങ്ങിക്കോ. അതൊക്കെ നല്ലൊരു ഐഡിയാണ്. പിന്നെ ആ ചേട്ടന്റെ എന്താണ് വ്ലോഗ് എടുത്ത ആ വ്യക്തിയോട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ റീച്ചിന് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെ സാധാരണ പേരാണ് കഷ്ടപ്പെടുന്നത്. ഇപ്പൊ ആ വ്യക്തിയുടെ ഉപജീവന മാർഗം പോയി. ആ ചേട്ടന് നാട്ടുകാരെ മുന്നിലുണ്ടായിരുന്ന ഒരു വില പോയി. അപ്പൊ എല്ലാരും കരുതുന്നത് ഇയാളൊരു കള്ളുടിയക്കാരനെന്നാണ് കരുതുന്നത്. അപ്പൊ എന്ത് വിശ്വസിച്ച് അയാൾ ഓട്ടോയിൽ കയറും? അതുകൊണ്ട് മനസ്സിലാക്കണം. ആണോ? കേട്ടോ ഫസ്മിന? എനിക്ക് ഫസ്മിനോട് പറയാനുള്ളത്, നമ്മൾ റീച്ചിന് വേണ്ടി എന്ത് തെണ്ടിത്തരായ്മയും കാണിക്കരുത്. ഒന്നാമത് നീ ഉഡായിപ്പിന്റെ ഉസ്താദിന്റെ കുട്ടിയാണ്, അത് വേറെ കാര്യം. അപ്പൊ എത്ര